ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വനബിയ്യിഹി മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖാലൽ മുസന്നിഫ് അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി: ومن وصف الله بمعنى من معاني البشر فقد كفر فمن أبصر هذا اعتبر وعن مثل قول الكفار انزجر وعلم أنه بصفاته ليس كالبشر والرؤية حق لأهل الجنة بغير إحاطة ولا كيفية كما نطق به كتاب ربنا وجوه يومئذ ناظرة إلى ربها ناظرة وتفسيره على ما أراد الله تعالى وعلمه وكل ما جاء في ذلك من الحديث الصحيح عن الرسول صلى الله عليه وآله وسلم فهو كما قال ومعناه على ما أراد لا ندخل في ذلك متأولين بآرائنا ولا متوهمين بأهوائنا فإنه ما سلم في دينه إلا من سلم لله عز وجل ولرسوله ورد علم ما اشتبه عليه إلى عالمه. കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിക്കേണ്ടായത് അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിനെ സംബന്ധിച്ചുമായിരുന്നു. ഇന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുവാനുള്ള മഹാസൗഭാഗ്യമുണ്ട് എന്ന കാര്യമാണ് പ്രതിപാദിക്കുന്നത്. ഒമൻ വസഫല്ലാഹ ബിമഅനൻ മിൻ മആനിൽ ബശർ, അള്ളാഹുവിനെ മനുഷ്യന്മാരുടെ ഏതെങ്കിലും വിശേഷണങ്ങളോട് ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ ഫഖദ് കഫറ, അവൻ നിഷേധിയായിരിക്കുന്നു. ഫമൻ അബ്സറ ഹാദാ ഇഅ്തബർ, ആരെങ്കിലും ഈ കാര്യം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്താൽ അവനാണ് ഗുണപാഠം ഉൾക്കൊണ്ടവൻ. വഅൻ മിസ്ലി ഖൗലിൽ കുഫാരി ഇൻസജർ, അവിശ്വാസികളായ ആളുകളുടെ വാക്കിൽ നിന്നും വിദൂരത്തായവൻ. വഅലിമ അന്നഹു ബിസിഫാതിഹി ലൈസ കൽ ബശർ, അതേപോലെ മനുഷ്യന്മാരുടെ യാതൊരു വിശേഷണങ്ങളെയും പോലെയല്ല അള്ളാഹുവിൻ്റെ വിശേഷണവും അവൻ്റെ ദാത്തും എന്ന് മനസ്സിലാക്കിയവനാണ് യഥാർത്ഥത്തിൽ ഗുണപാഠം ഉൾക്കൊണ്ടവൻ. വറുയ ഹഖ്കുൻ ലി അഹ്ലിൽ ജന്ന, സ്വർഗവാസികൾക്ക് അള്ളാഹുവിനെ കാണാമെന്നത് സത്യമാകുന്നു. ബിഗൈരി ഇഹാത്തത്തിൻ വലാ കൈഫിയ, അള്ളാഹുവിനെ പരിപൂർണമായി കണ്ണിൽ ഉൾക്കൊണ്ടുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിലോ ആണെന്ന് വിശ്വസിക്കാതെയാണ് നാം അള്ളാഹുവിനെ കാണുമെന്ന് പറയുന്നത്. കമാ നതഖ ബിഹി കിതാബു റബ്ബിന, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ വുജൂഹു യൗമഇദിൻ നാദിറ, ആ ദിവസം ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ രക്ഷിതാവിനെ കണ്ട കാരണത്താൽ. വതഫ്സീറുഹു അലാ മാ അറാദഹുല്ലാഹു തആല വഅലിമ, അതിൻ്റെ വിശദീകരണം അള്ളാഹു ഉദ്ദേശിച്ചതും അവൻ അറിയുന്നതുമായ രൂപത്തിൽ മാത്രമാകുന്നു. വകുല്ലു മാ ജാഅ ഫീ ദാലിക മിനൽ ഹദീസ് സഹീഹ്, തൽവിഷയകമായി സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഫഹുവ കമാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ നാം വിശ്വസിക്കുന്നു. വമഅനാഹു അലാ മാ അറാദ, അതിൻ്റെയൊക്കെ അർത്ഥവും ആശയവും എങ്ങനെയാണോ അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയായിരിക്കും. ലാ നദ്ഖുലു ഫീ ദാലിക മുതഅവ്വിലീന ബി ആറാഇന, ആ ഹദീസുകളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നാം വ്യാഖ്യാനിക്കുകയോ വലാ മുതവഹിമീന ബി അഹ്വാഇന, നമ്മളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വല്ലതും സങ്കല്പിച്ച് നാം അതിനെ വിശദീകരിക്കുകയോ ചെയ്യുകയില്ല. ഫഇന്നഹു മാ സലിമ ഫീ ദീനിഹി ഇല്ലാ മൻ സല്ലമ ലില്ലാഹി അസ്സ വജല്ല വലി റസൂലിഹി, കാരണം ഒരാളുടെയും ദീൻ പരിപൂർണമായി വ്യതിയാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അവർ പരിപൂർണമായി കീഴ്പ്പെടുന്നതുവരെ. വറദ്ദ ഇൽമ മസ്തബഹ അലൈഹി ഇലാ ആലിമിഹി, ഖുർആനിലും ഹദീസിലും അവ്യക്തമായി തോന്നുന്ന കാര്യങ്ങളെ അവയെക്കുറിച്ച് അറിയുന്നവരിലേക്ക് അവർ മടക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഒരാളുടെയും ദീൻ വ്യതിയാനത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഈ വാചകങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പരലോകത്ത് കാണുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം അവറുകൾ വിശദീകരിക്കുന്നത്. അഹ്ലുസുന്നയുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന് അവർക്ക് സ്വർഗപ്രവേശനമുണ്ട്, അതിനോടൊപ്പം അള്ളാഹുവിനെ സ്വർഗത്തിൽ അവർക്ക് ദർശിക്കാൻ പറ്റുമെന്ന സന്തോഷവാർത്തയാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു,
ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, സ്വർഗ്ഗലോകത്ത് അവർക്കവർ ഉദ്ദേശിക്കുന്നതുണ്ട്. വലദൈനാ മസീദ്, അതിന് പുറമെ നമ്മളുടെ അടുക്കൽ കൂടുതലായുമുണ്ട്. സഹാബിമാരൊക്കെ അതിൻ്റെ വിശദീകരണം നൽകിയത് സഹീഹായ റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അവർക്കവർ ഉദ്ദേശിക്കുന്നതുണ്ട് സ്വർഗത്തിലെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും അനുഭൂതികളും. വലദൈന മസീദ്, അതിനു പുറമെ കൂടുതലായുമുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനെ ദർശിക്കുന്നതാണ്. അതേപോലെ ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഹുസ്ന, നല്ലതുണ്ട്, അതായത് സ്വർഗം അവർക്ക് പ്രതിഫലമായി നൽകപ്പെടും. വസിയാദത്തുൻ, അതിനു പുറമെ കൂടുതലായുമുണ്ട്. ഇമാം മുസ്ലിമും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വസിയാദ എന്ന് പറയുന്നത് സ്വർഗ്ഗലോകത്ത് വെച്ച് അള്ളാഹു വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. സുഹൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന വചനം പാരായണം ചെയ്യുകയും എന്നിട്ട് പറയുകയും ചെയ്തു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, വഅഹ്ലുൻ നാരിന്നാർ, നരകത്തിൻ്റെ ആളുകളെ നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ, നാദാ മുനാദിൻ, ഒരാളിങ്ങനെ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദൻ വയുരീദു അൻ യുൻജിസകുമു, സ്വർഗവാസികളെ, നിങ്ങൾക്ക് അള്ളാഹുവുമായി ഒരു കരാറുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ആ വാഗ്ദാനം ഇതാ അള്ളാഹു പാലിക്കാൻ പോവുകയാണ്. ഫയഖൂലൂന മാഹു, അപ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ ചോദിക്കും, എന്താണ് ഇനി സ്വർഗപ്രവേശനത്തിന് ശേഷവും ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനം? അലം യുസക്കിൽ മവാസീനന വയുബയ്യിദ് വുജൂഹന വയുദ്ഖിൽനൽ ജന്ന വയുജിർനാ മിനന്നാർ, സർവ്വലോക രക്ഷിതാവായ നാഥൻ മീസാനിൽ ഞങ്ങളുടെ അമലുസാലിഹാത്തുകളുടെ ഭാരം വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിതമാക്കുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ, ഇനിയും ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രകാശത്തിൻ്റെ മറ നീക്കും. ഫയൻദുറൂന ഇലൈഹി, അപ്പോൾ സ്വർഗത്തിലുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കും. ഫമാ അഅതാഹും ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലൈഹി, അള്ളാഹുവിനെ കാണുന്നതിലേറെ ഒരു അനുഗ്രഹവും അവർക്ക് അതുവരെ ലഭിച്ചിട്ടില്ല എന്നവർക്ക് മനസ്സിലാകുമെന്ന് ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ ലഭിക്കുന്ന ആ സൗഭാഗ്യമാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ അവിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ നരകത്തിനോടൊപ്പം സർവ്വലോക സൃഷ്ടാവും കാരുണ്യവാനും പരിപാലകനുമായ നാഥനെ കാണാനുള്ള സൗഭാഗ്യം നഷ്ടപ്പെടുക എന്നതാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്, കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അങ്ങനെയല്ല, ആ ദിവസം സർവ്വലോക രക്ഷിതാവിൽ നിന്ന് അവർ മറയിടപ്പെടുന്നതാണ്, അള്ളാഹുവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവർക്ക് അവസരമുണ്ടായിരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയായി നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നിൻ്റെ ഇൽമുൽ ഗൈബും സൃഷ്ടികളുടെ മുകളിൽ നിനക്കുള്ള കഴിവും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കുകയും മരണത്തിലാണ് എൻ്റെ നന്മയെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ, അല്ലാഹുവേ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നിന്നെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ എനിക്ക് നീ അനുഗ്രഹം നൽകണമേ. വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിർ റിദാ വൽ ഗളബ്, കോപവേളയിലും സംതൃപ്തിയുള്ള വേളയിലും നിന്നെ ഭയപ്പെട്ട് ജീവിക്കാൻ നീ എനിക്ക് അനുഗ്രഹം നൽകണേ. വഅസ്അലുകൽ ഖസ്ദ ഫിൽ ഗിനാ വൽ ഫഖർ, ദാരിദ്ര്യവേളയിലും ധന്യവേളയിലും മിതത്വം പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. വഅസ്അലുക നഈമൻ ലാ യൻഫദ്, തീരാത്ത അനുഗ്രഹം നീ എനിക്ക് നൽകണമേ. വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, മുറിഞ്ഞു പോകാത്ത കൺകുളിർമ നൽകണമേ. വഅസ്അലുക റിദാ ബഅദൽ ഖളാ, നിന്റെ വിധിക്ക് ശേഷവും സംതൃപ്തി അടയുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, മരണത്തിനു ശേഷം വിശിഷ്ടമായ ജീവിതം നീ എനിക്ക് നൽകണമേ. വഅസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ, നിന്റെ തിരുമുഖത്തിലേക്കുള്ള കാഴ്ചയുടെ സൗഭാഗ്യം നീ എനിക്ക് നൽകണമേ. വശൗഖ ഇലാ ലിഖാഇക്,
നീയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നീ നൽകണമേ. ഫീ ഗൈരി ദർറ മുദിറ വലാ ഫിത്നത്തിൻ മുദില്ല, ആ കാഴ്ചയ്ക്ക് മറയിടുന്ന മുഴുവൻ ഫിത്നകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, അല്ലാഹുവെ വിശ്വാസം കൊണ്ട് നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ അലങ്കരിക്കുകയും വജഅൽനാ ഹുദാത്തൻ മുഹ്തദീൻ, ഞങ്ങളെ സന്മാർഗികളും സന്മാർഗദർശകരുമാക്കി നീ മാറ്റുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിനെ കാണുക എന്നത് മഹാ അനുഗ്രഹമാണ്. അത് സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ വെച്ച് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ, 14-ാം രാവിലെ ഉദയചന്ദ്രനെ കാണുന്ന രൂപത്തിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ കാണും. ലാ തുദാറൂന ഫീ റുയത്തിഹി, ആ കാഴ്ചയെ ഒന്നും മറക്കുകയില്ല. 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചാൽ നിങ്ങൾക്ക് പിന്നെ അതിനെ മറയിടുന്ന രൂപത്തിൽ കൊന്തുകൾക്കോ അതല്ലെങ്കിൽ വല്ല ഈന്തപ്പന മട്ടലുകൾക്കോ മറക്കാൻ സാധിക്കാത്ത വിധം വെളിച്ചവും വലുപ്പവും ഉള്ളതായിരിക്കുമല്ലോ 14-ാം രാവിലെ ഉദയചന്ദ്രൻ. ആ രൂപത്തിൽ തന്നെ അള്ളാഹുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അതല്ലെങ്കിൽ വലാ തുദാമ്മൂന ഫീ റുയത്തിഹി, ആ രക്ഷിതാവിനെ കാണാൻ വേണ്ടി നിങ്ങൾ തിക്കിത്തിരക്ക് കൂട്ടേണ്ടി വരികയില്ല. ഓരോരുത്തർക്കും അവരുടെ നിന്ന നിൽപ്പിൽ തന്നെ അള്ളാഹുവിനെ കാണാൻ പറ്റുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയുണ്ടായത്. എന്നാൽ ഇസ്ലാമിൻ്റെ ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുഴുവൻ കക്ഷികളും അള്ളാഹുവിൻ്റെ റുയത്തിനെ നിഷേധിക്കുന്നവരാണ്. അവർ ബുദ്ധിപരമായി തങ്ങളുടെ ചിന്തകൾ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നവരാണ്. ഒരു വസ്തുവിനെ കാണണമെങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ ദർശിക്കണമെങ്കിൽ അള്ളാഹു ഒരു വസ്തുവായിരിക്കണം. അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നതിന് തുല്യമാണ്. കാണാൻ ഒരു സ്ഥലം വേണം, അതോടുകൂടി അള്ളാഹുവിന് നിൽക്കാൻ ഒരു സ്ഥലമുള്ളവനാക്കി നമ്മൾ അള്ളാഹുവിനെ മാറ്റി. അതേപോലെ കാണാൻ ഒരു ദിക്ക് വേണം, അപ്പോൾ അള്ളാഹുവിന് ദിക്കിന് ആവശ്യമുണ്ട് എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് ബുദ്ധിപരമായി അതിനെ നിഷേധിക്കുന്നവരാണ് വ്യതിയാനത്തിൻ്റെ കക്ഷികളെല്ലാം. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളും യഥാർത്ഥത്തിൽ അവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ലാ തുദ്രിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാറ, അള്ളാഹുവിനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല, എന്നാൽ കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അദറക്ക എന്ന് പറയുന്നത് കാഴ്ചയെ നിഷേധിക്കലല്ല. കാണുക എന്നതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുകയും അള്ളാഹുവിൻ്റെ നടപടികളിൽ ശരിയും തെറ്റും വിലയിരുത്തുകയും ചെയ്യുന്നതാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അദറക്ക എന്ന വാക്ക് കാഴ്ച എന്നതിനപ്പുറത്തേക്കുള്ള കാഴ്ചയായി നമ്മെ അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മൂസാ നബി അലൈഹി സ്വലാമും അനുയായികളും ഫറോവയിൽ നിന്നും പട്ടാളത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ കടലിൻ്റെ മുന്നിലെത്തി. ഇനി എങ്ങോട്ട് പോകണം? അവർ പരിഭ്രമിച്ച് അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഫറോവയും കൂട്ടരും അവരുടെ പുറകിൽ നിന്ന് വരികയാണ്. ഫലമ്മാ തറാ അൽ ജംആൻ, അവർ പരസ്പരം കണ്ണുകൾ കൊണ്ട് കണ്ടു. ആ സമയത്ത് അസ്ഹാബ് മൂസ പറയുകയുണ്ടായി, ഇന്നാ ലമുദ്റകൂൻ, നമ്മളിപ്പോൾ പിടിയിലകപ്പെടും. അപ്പോൾ അദ്റക്ക എന്ന് പറഞ്ഞാൽ കാണുക എന്നല്ല. അവർ കണ്ടപ്പോൾ അവർ പറയാണ്. ഫറോവയും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും കണ്ടു. മൂസാ നബി അലൈഹി സ്വലാമും അനുയായികളും ഫറോവയെയും കൂട്ടരെയും കണ്ടു. ആ സമയത്ത് അവർ പറയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ ഇപ്പോൾ അവർ കാണും, അതായത് പിടികൂടും, നമ്മളെ ശിക്ഷിക്കും എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ കാഴ്ചയുടെ അപ്പുറത്തേക്കുള്ള ഒരു സംഗതിയാണ് അദ്റക്ക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പ്രതിപാദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ അവർ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു വചനമാണ് മൂസാ നബി അലൈഹി സ്വലാമുമായുള്ള അള്ളാഹുവിൻ്റെ സംഭാഷണം. ആ സമയത്ത് ഫലമ്മാ ജാഅ മൂസാ ലിമീഖാത്തിന വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തും ആ സമയത്തും എത്തിച്ചേർന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയുണ്ടായി, റബ്ബി അരിനി അൻദുർ ഇലൈക്, നാഥാ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണേ, ഞാൻ നിന്നെ ഒന്ന് ദർശിക്കട്ടെ. അപ്പോൾ അള്ളാഹു പറയുകയുണ്ടായി, ലൻ തറാനി, നിനക്കെന്നെ കാണാൻ സാധ്യമല്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, എന്നാൽ നീ ആ പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുക. ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സൈക. അങ്ങനെ നാഥൻ ആ മലയിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദക്ക, ആ പർവ്വതം പൊടി പൊടിഞ്ഞു. വഖറ മൂസ സൈക,
ആ പർവ്വതം വിറക്കുകയും പൊടിയുകയും ചെയ്തു. വഖറ മൂസ സൈക്ക, മൂസാ നബി അലൈഹിസ്സലാം അബോധാവസ്ഥയിലേക്ക് വീണു എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ അള്ളാഹു പറയുകയുണ്ടായത് ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല എന്ന വാക്കാണ്. യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹുവിനെ കാണാൻ പറ്റും എന്നതിനാണ് ആ വചനം തെളിവായി ഉദ്ധരിക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മൾക്ക് നൽകേണ്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിയായ ഹദീസുകളിലൂടെ വന്നത് പ്രകാരം അള്ളാഹുവിനെ കാണാമെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ തന്നെ മറ്റു വചനങ്ങളിലൂടെ അള്ളാഹുവിനെ ദർശിച്ചുകൊണ്ട് മുഖങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും സ്വർഗത്തിലെ ആളുകൾ എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം? ഖാല ലൻ തറാനി, നിനക്കെന്നെ കാണാൻ സാധ്യമല്ല ഈ ഭൂമിയിൽ വെച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അള്ളാഹു തആല അവിടെ പറയുന്നത് വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, നീ ആ പർവ്വതത്തിലേക്ക് നോക്കുക, ഫൈനിസ്തഖറ മകാനഹു, ആ പർവ്വതത്തിന് അവിടെ ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഫസൗഫ തറാനി, നിനക്കെന്നെ കാണാമെന്നാണ്. അപ്പോൾ പർവ്വതത്തിന് പോലും താങ്ങാൻ കഴിയാത്ത വിധം ശക്തിയാണ് അള്ളാഹുവിനുള്ളത്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ ദർശിക്കുക സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലാഹ ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹു ഉറങ്ങുകയില്ല, അള്ളാഹുവിന് ഉറങ്ങുക എന്നത് ചേർന്നതല്ല. യഖ്ഫദുൽ ഖിസ്ത വയർഫഉഹു, അവൻ നീതിയുടെ തുലാസ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. യർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബല അമലുൻ നഹാർ, പകലിന് മുമ്പ് രാത്രിയിലെ കർമ്മങ്ങളും രാത്രിക്ക് മുമ്പ് പകലിലെ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഹിജാബുഹുൻ നൂർ, അവൻ്റെ മറ എന്ന് പറയുന്നത് പ്രകാശമാണ്. ലൗ കശഫഹു, ആ പ്രകാശം അള്ളാഹു നീക്കിയാൽ ലഅഹറഖത് സുബ്ഹാത്തു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അള്ളാഹു പ്രകാശത്തിൻ്റെ ആ മറയെങ്ങാനും നീക്കിയാൽ അള്ളാഹുവിൻ്റെ കണ്ണുകളെത്തുന്നിടത്ത് വരെയുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ തിരുമുഖത്തു നിന്നുള്ള പ്രകാശകിരണങ്ങളേറ്റ് കരിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. അപ്പോൾ ഭൂമിയിൽ വെച്ച് നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല, എന്നാൽ സ്വർഗത്തിലുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാനുള്ള സൗഭാഗ്യമുണ്ട് എന്നാണ് ഈ വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ആ പഠിപ്പിച്ച രൂപത്തിൽ ശരിയായ രൂപത്തിൽ തന്നെ വിശ്വസിക്കുക എന്നതാണ് അഹ്ലുസുന്നയുടെ രീതി. അത് തങ്ങളുടെ ഫിലോസഫിക്കും ബുദ്ധിക്കും യോജിച്ചതല്ല എന്ന് തെറ്റിദ്ധരിച്ച് നിഷേധിക്കുന്നവരാണ് വ്യതിയാനത്തിൻ്റെ കക്ഷികൾ. അതുകൊണ്ടാണ് പിന്നീട് ഇമാം അബൂ ജാഫർ തഹാവി പറയുന്നത് വകുല്ലു മാ ജാഅ ഫീ ദാലിക മിനൽ ഹദീസ് സഹീഹ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ കമാ ഖാല, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലാണ്. ലാ നദ്ഖുലു ഫീ ദാലിക മുതഅവ്വിലീന ബി അറായിന, നമ്മളുടെ എന്തെങ്കിലും അഭിപ്രായത്തിനനുസരിച്ച് അതിനെ നാം വ്യാഖ്യാനിച്ച് ഒപ്പിക്കുകയോ നമ്മൾ സങ്കല്പിക്കുകയോ ചെയ്യുകയില്ല. മറിച്ച് ഖുർആനിലും ഹദീസിലും വന്ന രൂപത്തിൽ തന്നെയാണ് അത് വിശ്വസിക്കുകയും പറയുകയും ചെയ്യേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ സഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യകാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ദർശിച്ചുവെന്നും ഇല്ല എന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവുമായി സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ദർശിക്കുകയുണ്ടായിട്ടില്ല. സഹാബിമാരിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബിമാർ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ദൂതരെ നിങ്ങൾ നാഥനെ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നൂറുൻ അന്ന അറാ, പ്രകാശമാണവൻ, എനിക്ക് എങ്ങനെ കാണാൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടിരിക്കുന്നു എന്ന ചില ആളുകളുടെ പ്രസ്താവന കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അവർ പറയുന്നത് മഹാ അപരാധമാകുന്നുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ അവർ പറയാറുണ്ടായിരുന്നു, അള്ളാഹു പ്രകാശമാണ്, ഞാൻ ദർശിച്ചിട്ടില്ല എന്ന വാക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടു എന്ന സഹാബിമാരുടെ പ്രസ്താവനയോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ തൻ്റെ ഹൃദയം കൊണ്ട് ദർശിച്ചു എന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന പ്രസ്താവനകൾ ആ പറഞ്ഞ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് നാം ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ഫൈന്നഹു മാ സലിമ ഫീ ദീനിഹി ഇല്ലാ മൻ സല്ലമ ലില്ലാഹി അസ്സ വജല്ല വലി റസൂലിഹി, ഒരാളുടെയും ദീൻ വ്യതിയാനങ്ങളിൽ നിന്നും
വഴിയേടുകളിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ഇല്ലാമൻ സല്ലമലില്ലാഹി അസ്സവജല്ല വലി റസൂലിഹി. ഖുർആനിനും ഹദീസിനും കീയൊതുങ്ങിക്കൊണ്ട് ചിന്തിക്കുന്നവർക്കൊഴികെ വറദ്ദ ഇൽമ മസ്തബഹ അലൈഹി ഇല ആലിമിഹി. അവ രണ്ടിലും അവ്യക്തമായി തോന്നുന്ന വാചകങ്ങളും ആയത്തുകളുമൊക്കെ അവയെക്കുറിച്ച് അറിയുന്ന നാഥൻ്റെ വിശദീകരണത്തിലേക്ക് മടക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് വ്യാഖ്യാനങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞ് അവിശ്വാസത്തിലേക്ക് ചാടാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇമാം അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി ഈ വാചകങ്ങളിലൂടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും അവനോട് സംസാരിക്കുകയും അവനെ ദർശിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.